നമസ്കാരം. നാടിൻ്റെ നാവുന്നേര് നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർത്തവസ്. നമ്മളിന്ന് പ്രധാനമായി കൊടുക്കുന്നത് ഒരു ശില്പിയും ചിത്രകാരനുമായ ഒരു മനുഷ്യൻ പെൻഷൻ്റെ പൈസ കൊണ്ട് ഒരു ആർട്ട് ഗാലറി ഉണ്ടാക്കുക, കേരളത്തിൽ ആദ്യമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശില്പ പ്രദർശനങ്ങൾ, അത് അദ്ദേഹത്തിൻ്റെതല്ല, മറ്റ് കേരളത്തിൻ്റെ പല ഭാഗത്തുമുള്ള ചിത്രകാരന്മാരുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുക, അതിൻ്റെ രണ്ടാമത്തെ എഡിഷൻ്റെ പൂർത്തീകരണം. ആ വാർത്തയ്ക്ക് നമുക്ക് പോകാം. നാട്ടുവട്ടം വാർത്തകൾ കാണാം. കലാപൂർണിമ 2025 സമാപിച്ചു. ഋഷികേശ് ആർട്ട് ഗാലറിയുടെ 2 വർഷം നീണ്ടുനിന്ന ചിത്ര പ്രദർശന രണ്ടാം എഡിഷൻ പൂർത്തീകരണം കലാപൂർണിമ 2025 മൺചിരാതുകൾ തെളിയിച്ച് ആരംഭിച്ചു. ഋഷികേശ് ആർട്ട് ഗാലറി ഡയറക്ടർ ശില്പി ഗുരുപ്രസാദ് അയ്യപ്പൻ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരൻ ആർ അനിരുദ്ധൻ ഉദ്ഘാടനം ചെയ്തു. എ റഹീംകുട്ടി, എസ് കെ അനിൽകുമാർ, ഗോപിനാഥ് പെരിനാട്, ആസാദ് ആശീർവാദ്, ടി സദാശിവൻ, പെറ്റി എഡിസൺ, ജയചന്ദ്രൻ കുറുപ്പ്, ബൈജു പുനക്കന്നൂർ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ഋഷികേശ് ആർട്ട് ഗാലറിയിൽ നിന്ന് പെയിൻറ്റിങ്ങുകൾ വിലയ്ക്ക് വാങ്ങിയ തിരഞ്ഞെടുത്ത 12 പേരെ ഋഷികേശ് ഗാലറി അസിസ്റ്റന്റ് ഡയറക്ടർ ടി പ്രീത ആദരിച്ചു. തുടർന്ന് 14 ക്രിസ്തു ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു. ഗാലറി മാനേജർ ശ്യാമള ഗൗരി നന്ദി പറഞ്ഞു. പകരം ഈ നല്ല കാര്യങ്ങൾ പകർത്താം. നമ്മുടെ ഒരു സ്കൂളിലും ഈ ആർട്ടിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നില്ല. കാര്യം യൂറോപ്പിൽ ആർട്ടും ഹ്യൂമാനിറ്റീസും കഴിഞ്ഞിട്ട് മാത്രമാണ് ബാക്കി സബ്ജക്റ്റുകൾ. അങ്ങനെ എന്തിനുപയോഗിക്കുന്നു വെച്ചാൽ ആർട്ട് പഠിക്കുന്ന ഒരു കുട്ടികളും നമ്മളെ കുട്ടിക്രിമിനലുകളല്ല, ഏക മാർഗം അവരെ കല പഠിപ്പിക്കുക എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു സാമൂഹ്യ പ്രതിബദ്ധതയാണ് കൊല്ലം ഋഷികേശ് ആർട്ട് ഗാലറി ഏറ്റെടുത്തിട്ടുള്ളത്. കലാചരിത്രത്തിൽ ആദ്യമായി 1 വർഷം നീണ്ടു നിൽക്കുന്ന പെയിന്റിംഗ് എക്സിബിഷൻ കേരളത്തിൽ ആദ്യമായിട്ടാണ്. അതിൻ്റെ 2nd എഡിഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 2nd എഡിഷനിൻ്റെ സമാപന ചടങ്ങെന്ന നിലയിലാണ് ഈ പ്രോഗ്രാം ഇവിടെ കണ്ടക്ട് ചെയ്തിരിക്കുന്നെങ്കിലും 3rd എഡിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ, ആരംഭിക്കുന്നവരെ നമ്മുടെ ഈ പെയിന്റിംഗ് എക്സിബിഷൻ തുടരുക തന്നെ ചെയ്യും. ഈ ആഘോഷത്തിന്റെ ഭാഗമായി കലാപൂർണിമ 2025 എന്ന പേരിൽ 14 സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഹ്രസ്വ ചിത്രങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കലയെപ്പറ്റി സമൂഹത്തോട് സംസാരിക്കാൻ 12 മഹത് വ്യക്തികളെ ക്ഷണിച്ചുകൊണ്ട് നമ്മൾ ഈ പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. രാവിലെ മൺചിരാത് കൊളുത്തി ആരംഭിക്കുന്ന ഈ പരിപാടി വൈകിട്ട് 7 മണിക്ക് മാത്രമാണ് കൃതജ്ഞത പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇതിനിടയ്ക്കായിരിക്കും നമ്മുടെ വിശിഷ്ട വ്യക്തികളും നമ്മളെ ക്ഷണിച്ചിട്ടുള്ളവരും വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ക്ഷണിച്ചപ്പോൾ ഉദ്ഘാടനത്തോടൊഴിച്ച് ബാക്കി എല്ലാവർക്കും പറഞ്ഞ കാര്യം, സാറിന് ഇഷ്ടമുള്ള സമയപ്പോൾ രാവിലെ 9:30 മണിക്കും വൈകിട്ട് 6:30 മണിക്കും ഇടയ്ക്കുള്ള ഇഷ്ടമുള്ള ഒരു സമയം ഗാലറി സന്ദർശിക്കണം, ഞങ്ങളുടെയായിട്ട് സഹകരിക്കണമെന്നാണ്. അതുകൊണ്ടാണ് അവർക്കും ഈ തിരക്കുള്ള ദിവസം, ഈ പ്രവർത്തന ദിവസം അവർക്കും സമയം കണ്ടെത്താൻ ഇത് ഉപകരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ നമ്മുടെ ഈ കലാപൂർണിമ 2025 കലയെപ്പറ്റി സമൂഹത്തോട് സംസാരിക്കാൻ, കലയുടെ ആവശ്യകതയെപ്പറ്റി സമൂഹത്തോട് സംസാരിക്കാൻ 12 പേരെയാണ് നമ്മൾ ക്ഷണിച്ചിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് എഴുത്തുകാരനും കവിയും അധ്യാപകനുമായ ശ്രീ ഗോപിനാഥ് പെരിനാടാണ്. രണ്ടാമത്തേത് നമ്മുടെ ഗാലറി ചിന്തിക്കുന്ന സമയം മുതൽ എന്നോടൊപ്പം നിന്ന നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് PRO ശ്രീ സാധു PR സാറാണ്. മൂന്നാമത് കവിയും കൊല്ലത്തെ ഏറ്റവും നല്ല സംഘാടകരിൽ ഒരാളുമായ ആസാദ് ആശീർവാദാണ്. നാലാമത്
സാഹിത്യകാരനും കോളമിസ്റ്റുമായ എ റഹീം കുട്ടി സാറാണ്. അഞ്ചാമത് നമ്മുടെ നാടിൻ്റെ അഭിമാനവും ലോകസഞ്ചാരിയും മാന്ത്രികനും ഫോട്ടോഗ്രാഫറുമായ നമ്മുടെ ടി സദാശിവൻ സാറാണ്. ആറാമത് ക്ഷണിച്ചിരിക്കുന്നത് ശ്രീമതി ബെറ്റ്സി എഡിസൺ, നമ്മളെ കരുതൽ ന്യൂസിൻ്റെ എല്ലാമെല്ലാമായ വ്യക്തിയും നല്ല ഒരു പത്രപ്രവർത്തകയുമായ ബെറ്റ്സി എഡിസനാണ്. അദ്ദേഹത്തെ നമ്മൾ കലയെപ്പറ്റി 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചിട്ടുള്ളത്. ഏഴാമത് നമ്മുടെ റേഡിയോ സാന്ത്വനത്തിൻ്റെ FM 90.4 സ്റ്റേഷൻ മാസ്റ്ററായ NM പിള്ള സാറാണ്. അദ്ദേഹം ഇപ്പോൾ വന്നിട്ട് അവരുടെ ഓഫീസിലോട്ട് പോയി ഇപ്പോൾ വരും. പിന്നെ എട്ടാമത് അധ്യാപകനും സാമൂഹ്യ പ്രവർത്തകനുമായ ജയചന്ദ്രകുറുപ്പ് സാറാണ്. ഒമ്പതാമത് KR KP MBHS ആൻഡ് VHS മാനേജരും സാമൂഹ്യ പ്രവർത്തനം എൻ്റെ ക്ലാസ്മേറ്റുമായ അനിൽകുമാർ SK സാറാണ്. പത്താമത് ക്ഷണിച്ചിരിക്കുന്നത് മുതിർന്ന പത്രപ്രവർത്തകരും സീനിയർ സ്റ്റാഫുമായ കേരള ശബ്ദത്തിൻ്റെ ജയചന്ദ്രൻ പന്ത്രിക്കലാണ്. 11ാമത് ക്ഷണിച്ചിരിക്കുന്നത് നമ്മളെ മുതിർന്ന പത്രപ്രവർത്തകനും നമ്മുടെ ഗാലറിയുടെ അഭ്യുദയകാംക്ഷിയായ S സുധീഷൻ സാറാണ്. 12ാമത് ക്ഷണിച്ചിരിക്കുന്നത് ഗാലറിയെ പറ്റി ചിന്തിക്കുന്ന സമയം മുതൽ ഈ സമയം വരെ എന്നോടൊപ്പം നിൽക്കുന്ന നമ്മുടെ അനുഗ്രഹീത ചിത്രകാരനും പ്രശസ്ത ചിത്രകാരനുമായ ബൈജു പുന്നിക്കിനൂർ സാറാണ്. ഇങ്ങനെ 12 പേരെ മാത്രമാണ് നമ്മൾ ഈ ചടങ്ങിലേക്ക് ആ കലയെപ്പറ്റി സംസാരിക്കാൻ വേണ്ടി ക്ഷണിച്ചിട്ടുള്ളത്. അതുകൂടാതെ ഈ 2 വർഷക്കാലം വിറ്റഴിച്ച ചിത്രങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ബാക്കി എന്തിനൊക്കെ പണം ചെലവഴിച്ചാലും ചിത്രങ്ങൾ വാങ്ങിക്കാൻ നമ്മൾ പണം ചെലവഴിക്കാറില്ല. ഉദാഹരണത്തിന് ഈ
എങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. എന്റെ മരുമോൾക്കിത് നന്നായി ചേരും. ഇത് അമ്മയ്ക്കുള്ളതാ. അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ. ഇത് വേണം. അമ്മയ്ക്ക് എപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത്. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ് കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം. 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. ഏതൊരമ്മയ്ക്കും അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട്. എന്റെ മരുമകളുടെ സ്നേഹമാണ് എന്റെ അഭിമാനം. ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ. സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കണം. KSSPA പെൻഷൻകാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന മെഡിക്കൽ അലവൻസ് 500 രൂപ നിർത്തലാക്കുകയും പെൻഷൻകാരുടെ പക്കൽ നിന്നും ജീവനക്കാർക്ക് തുല്യമായ തുക വസൂലാക്കുകയും ജീവനക്കാർക്കും കുടുംബത്തിന് ലഭിക്കുന്ന പരിരക്ഷ പെൻഷൻകാർക്ക് ലഭിക്കാത്ത സാഹചര്യവുമാണ് നിലവിലുള്ളത്. 12ാം പെൻഷൻ പരിഷ്കരണം നടപ്പിൽ വരുത്തേണ്ട കാലാവധി കഴിഞ്ഞിട്ടും യാതൊരുവിധ നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ലെന്നും ഉടൻ നടപ്പിൽ വരുത്തണമെന്നും നെടുമ്പന മണ്ഡലം വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. സംസ്ഥാന ട്രഷറർ P. ഗോപാലകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് R. മോഹനൻപിള്ള അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി B. അരവിന്ദ് രാജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം നേടിയ AR ആർഷ, അനുശ്രീ എന്നിവരെ ജില്ലാ പ്രസിഡന്റ് വാര്യത്ത് മോഹൻകുമാർ ആദരിച്ചു. നിയോജകമണ്ഡലം പ്രസിഡന്റ് TG വർഗീസ് 19 പുതിയ അംഗങ്ങളെ ആദരിച്ചു. KC വരദരാജൻ പിള്ള, K. ശശീന്ദ്രൻ, പെരുമ്പുഴ ഗോപിനാഥൻ പിള്ള, TY സ്റ്റീഫൻ, S. ശോധരൻ, പെരുമ്പുഴ തുളസീദാസ്, B. ശിവപ്രസാദ്, M. ശ്രീകണ്ഠൻ നായർ, അമ്മിണി കുട്ടിയമ്മ, N. വത്സരൻ, S. മണിയമ്മ, K. ജോർജ് കുട്ടി, രാജശേഖരൻ പിള്ള, ആച്ചിയമ്മ, കോശിപ്പണിക്കർ, ഗോപാലകൃഷ്ണപിള്ള എന്നിവർ സംസാരിച്ചു. കാര്യവാഹകളായി R. മോഹനൻ പിള്ള പ്രസിഡന്റ്, ശ്രീകണ്ഠൻ സെക്രട്ടറി, A. തങ്കച്ചൻ ട്രഷറർ. This year, once again, Venus College has created history. We are proud to announce an extraordinary achievement. 344 students scored full A+ across Kerala. Out of them, 267 are from Class 10 and 77 are from Plus 2. Venus continues to hold the title of Kerala's #1 result-producing tuition center. We offer focused career guidance sessions that shape aspirations into clear goals. For science aspirants, we provide expert entrance coaching, and for commerce and humanities students, we provide civil service coaching that builds a strong foundation for the future. Our specially designed 100+ A+ coaching programs and the signature WinMaths coaching programs ensure every student not only learns but thrives. Want to speak with confidence? Enroll in our special spoken English classes. New batch starting June 16th. Here's what makes us exceptional. We also nurture creativity, curiosity, and character through arts festival, sports meet, science fairs, study tours, variety exams, and mock tests. Every student finds their spark. With branches strategically located at Kundara, Elamballur, Kudimudikadu, and Chuvallur, Venus is more than just an institution. കുളം നവീകരണം ഉദ്ഘാടനം ചെയ്തു. മാർത്താണ്ഡപുരം ക്ഷേത്രക്കുളം നവീകരണ പ്രവർത്തന ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം C. ബാൾഡുവിൻ നിർവഹിച്ചു. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് G. ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. മണ്ണ് പരിശോധനാ വകുപ്പ് ഉദ്യോഗസ്ഥ ജസീന, സബ് ഗ്രൂപ്പ് ഓഫീസർ സുനിതകുമാരി, ഉപദേശക സമിതി സെക്രട്ടറി വിഷ്ണു വിജയ്, അനിൽകുമാർ, മുൻ ഉപദേശക സമിതി ഭാരവാഹികളായ KR ശ്രീജിത്ത്, S. നാരായണപിള്ള, B. ജയകൃഷ്ണൻ, V. അരവിന്ദൻ എന്നിവർ സംസാരിച്ചു. വിശിഷ്ട സേവനത്തിന് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ കുന്നിക്കോട് SHO KG ഗോപകുമാറിന് ഉപദേശക സമിതിയുടെ സ്നേഹാദരവ് ജില്ലാ പഞ്ചായത്ത് അംഗം C. ബാൾഡുവിൻ നൽകി. ഫണ്ട് അനുവദിച്ച് ജില്ലാ പഞ്ചായത്ത് അംഗം C. ബാൾഡുവിന് ഉപദേശക സമിതിയുടെ ആദരവ് പ്രസിഡന്റ് നൽകി. 88 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കുളം നവീകരിക്കുന്നത്. മനസ്സിനും ശരീരത്തിനും ആരോഗ്യം നിലനിർത്താൻ യോഗയോ വർക്കൗട്ടോ കളരിപ്പയറ്റോ പതിവാക്കൂ. രോഗങ്ങളെയും ഡിപ്രഷനെയും ഒഴിവാക്കൂ. ഏത് പ്രായക്കാർക്കും അഭ്യസിക്കാം. ഒരു ബാച്ചിൽ 5 പേർക്ക് മാത്രം പ്രവേശനം. MVG CBN കളരി കുണ്ടറ. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9447119980. പേരേം പുത്തൻവീട് വരമ്പേൽ റോഡിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായി. ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പറുടെ 2021-22 വർഷത്തെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം ആരംഭിച്ച റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതിനായി PC വിഷ്ണുനാഥ് MLAയുടെ വികസന ഫണ്ടിൽ നിന്ന് 15 ലക്ഷം രൂപ കൂടി അനുവദിച്ചു. മണ്ണ് നിറച്ച് കോൺക്രീറ്റ് ചെയ്യുന്നതിനായി കഴിഞ്ഞ വർഷം അനുവദിച്ചിരുന്ന
റേറ്റ് റിവിഷൻ വന്നതിലും പണി ആരംഭിക്കാൻ സാധിക്കാതെ വന്നു. തുടർന്ന് നടപടികൾ പൂർത്തീകരിച്ച ശേഷമാണ് വീണ്ടും ടെൻഡർ ചെയ്ത് കരാറുകാരനുമായി എഗ്രിമെൻ്റ് വെച്ച് സൈറ്റ് കൈമാറിയാൽ ഉടൻ തന്നെ പണി ആരംഭിക്കുമെന്ന് ചിറ്റിമല ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ അംഗം അഡ്വക്കേറ്റ് അരുൺ അലക്സ് അറിയിച്ചു. കുറ്റവിചാരണ യാത്ര നടത്തി. UDF കൊറ്റങ്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റവിചാരണ യാത്ര നടത്തി. കേരളപുരത്തു നിന്നും ആരംഭിച്ച ജാഥ PC വിശ്വനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. രഘു പാണ്ഡവപുരം ക്യാപ്റ്റനായി. KRV സഹജൻ, ഷെരീഫ് ചന്ദനത്തോപ്പ്, കായിക്കര നവാബ് എന്നിവർ സംസാരിച്ചു. വിനോദ് കോണിൽ, നിസാർ പാലവിള, ഹരിലാൽ, അബൂബേക്കർ, ബൈജു, ഖൈസ് എന്നിവർ വൈസ് ക്യാപ്റ്റന്മാരായ ജാഥ പഞ്ചായത്തിലെ 23 വാർഡുകളിലൂടെ പര്യടനം നടത്തി കുറ്റിച്ചിറയിൽ സമാപിച്ചു. സമാപന സമ്മേളനം KCC സെക്രട്ടറി സൂരജ് രവി ഉദ്ഘാടനം ചെയ്തു. പ്രദീപ് കുമാർ G, അബ്ദുൽ സലാം, ST ജയകുമാർ, സുധേവൻ, ഇന്ദിര, ഗീത, സ്റ്റെല്ല, സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. കൊറ്റങ്കര വില്ലേജ് ഓഫീസ് സ്മാർട്ടാകുന്നു. MLAയുടെ ശ്രമഫലമായി 2024-25 പ്ലാൻ സ്കീമിൽ നിന്നും അനുവദിച്ച കൊറ്റങ്കര സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി K. രാജൻ ഓൺലൈനായി നിർവഹിച്ചു. ഇതോടെ കുണ്ടറ നിയോജകമണ്ഡലത്തിലെ എല്ലാ വില്ലേജ് ഓഫീസുകളും സ്മാർട്ടായി. നിയോജകമണ്ഡലത്തിലെ 9 വില്ലേജ് ഓഫീസുകളിൽ 8 എണ്ണവും സ്മാർട്ട് പദവി കൈവരിച്ചിരിക്കുന്നു. PC വിശ്വനാഥ് MLA അധ്യക്ഷത വഹിച്ചു. NK പ്രേമചന്ദ്രൻ MP മുഖ്യപ്രഭാഷണം നടത്തി. അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് G. നിർമ്മൽകുമാർ, സ്ഥിരം സമിതി അധ്യക്ഷൻ ഷിജു, പഞ്ചായത്തംഗങ്ങളായ രഘു പാണ്ഡവപുരം, വിനിത, ഗീതു, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ R. സുരേഷ് ബാബു, N. പ്രഭാകരൻപിള്ള, M. അബൂബേക്കർ, K. രാജു, കൊല്ലം തഹസിൽദാർ വിനോദ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. സർവീസ് പുനരാരംഭിച്ചു. മൺട്രോത്തുരുത്ത് പേഴുംതുരുത്തിൽ നിന്നും കൊല്ലത്തേക്ക് ഉണ്ടായിരുന്ന സർവീസ് പുനരാരംഭിച്ചു. പേഴുംതുരുത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനീറ്റ അധ്യക്ഷത വഹിച്ചു. കോവൂർ കുഞ്ഞുമാൻ MLA ഫ്ലാഗ് ഓഫ് ചെയ്തു. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം B. ജയചന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് അംഗം മായ നെപ്പോളിയൻ, DTO അജിത് കുമാർ എന്നിവർ സംസാരിച്ചു. മന്ത്രി KG ഗണേഷ് കുമാറും കോവൂർ കുഞ്ഞുമാൻ MLAയും തമ്മിൽ നടത്തിയ ചർച്ചയെ തുടർന്നാണ് അനുമതി ലഭിക്കുകയും MLAയുടെ അഭ്യർത്ഥന മാനിച്ച് പേഴുംതുരുത്ത് കയർ സംഘം KSRTC ജീവനക്കാർക്ക് രാത്രി വിശ്രമിക്കാൻ സൗകര്യം ഏർപ്പെടുത്തുകയും ചെയ്തതോടെയാണ് സർവീസ് പുനരാരംഭിക്കാൻ സാധിച്ചത്. തിരുവനന്തപുരം ഫാസ്റ്റ് പാസഞ്ചർ സർവീസ് ഉടൻ ആരംഭിക്കുന്നതാണ് മന്ത്രി MLA ഉറപ്പു നൽകി. ബസ്സിന് സ്വീകരണം നൽകി. കൊല്ലം ഡിപ്പോയിൽ നിന്ന് പേഴുംതുരുത്തിലേക്ക് ആരംഭിച്ച KSRTC ബസ് സർവീസ് പേരയം ദേശാഭിവർദ്ധിനി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ഗ്രന്ഥശാല പ്രതിനിധി സിന്ധുരാജ്, സെക്രട്ടറി ശ്രീരാജ്, സുരേഷ് കുമാർ, രാകേഷ്, PK ജയൻ, ഗംഗാപ്രസാദ്, രാധാകൃഷ്ണപിള്ള, രമണൻ, ഷെറിൻ, അനിൽകുമാർ, ലിസി യേശുദാസ്, ശ്രീയേഷ്, കുഞ്ഞിരാമൻ നായർ, ദുഷന്തൻ, സുധീന്ദ്രൻ, രാജേഷ് കുമാർ, രാജീവ്, രാജേന്ദ്രൻ പിള്ള എന്നിവർ നേതൃത്വം നൽകി. നാട്ടുവട്ടം വാർത്തകൾ ഇന്നിവിടെ പൂർണ്ണമാകുമ്പോൾ ലൈല ക്രിയേഷൻസിൻ്റെ ബാനർ പുറത്തിറങ്ങിയിട്ടുള്ള 23ാമത്തെ ഹ്രസ്വചിത്രം ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ്. ചിത്രങ്ങൾ നിങ്ങൾ കാണുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ യൂട്യൂബിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുവട്ടം ടീമിൻ്റെ സ്നേഹം, ആദരം.